നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമ്മൾ ഈ മൊസാദ് എന്ന് പറയുന്ന ഒരു ചാര സംഘടന ഇസ്രയേലിലുണ്ടല്ലോ, ഒരുപാട് വീഡിയോകളിൽ പല ചാനലുകളിലും പറഞ്ഞതാണ്. ഇപ്പൊ മൊസാദ് പേജർ ആക്രമണം അവർ എങ്ങനെ ആസൂത്രണം ചെയ്തു, അവർ ചെയ്തതാണ് എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ കേട്ടറിവ് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെ ഒന്ന് പറയാം? അതായത് ചേട്ടാ, 2-3 മാസം മുമ്പാണ് പേജർ ആക്രമണം ലെബനനിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു CBS ന്യൂസ് 60 മിനിറ്റ്സ് എന്ന ചാനലിൽ മൊസാദ് ഏജൻസ്, അതായത് അവരുടെ ഐഡന്റിറ്റി, അവർക്ക് ക്യാമറ ഫ്രണ്ട് വരാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്കൊന്നും, അപ്പോൾ അവരുടെ ഐഡന്റിറ്റി ഒന്നും കാണിക്കാതെ ഒരു നിക് നെയിം ഒക്കെ കൊടുത്തിട്ടാണ് ഇരുത്തിയിട്ടാണ് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിലാണ് ഇവർ ഇതിൻ്റെ തിരക്കഥ മുഴുവൻ പറയുന്നത്. തിരക്കഥ കേട്ടതോടുകൂടി ലോകം ഞെട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര നാളത്തെ ഒരു ആസൂത്രണമാണ്, അത് എത്രത്തോളം കടന്നു ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ഞെട്ടുന്നത്. അതായത് ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്ന പല കമ്പനികളും പലതും ഷെൽ കമ്പനികളായിരുന്നു. നമുക്കറിയാം, ഇതൊക്കെ അന്വേഷിച്ച് ജേർണലിസ്റ്റ് പോയിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് വെറുതെ ഒരു മുറി, ആ മുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ആ പേര് മാത്രം, കമ്പനിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. അവിടെയൊന്നും ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് അവർ ചെന്നത്. അവിടെ ഒരു ആൾ താമസം പോലും ഇല്ല ആ വീട്ടിൽ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. പറഞ്ഞു വരുമ്പോൾ ഇത് മൊത്തം ഈ ഷെൽ കമ്പനികൾ ഉൾപ്പെടെ ഉണ്ടാക്കിയത്, അത് പ്ലാൻ ചെയ്തതൊക്കെ ഇസ്രയേലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മൊസാദിന്റെ ആക്രമണത്തിന് കൂട്ടുപിടിക്കാനായി അവർ ചെയ്തൊരു പ്ലാനാണോ ഈ ഷെൽ? മൊസാദ് ഈ കമ്പനി, അതായത് ഒരു BAC കൺസൾട്ടിംഗ് കമ്പനി, പിന്നെ തായ്വാൻ കമ്പനി ആയിട്ടുള്ള ഗോൾഡ് അപ്പോളോ, അതായത് ഈ പേജർ ആക്രമണം നടന്നതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ബാറ്ററിയിലാണ് എനിക്ക് തോന്നുന്നു ഗോൾഡൻ അപ്പോളോ എന്നുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ തായ്വാൻ കമ്പനിയിലേക്ക് അന്വേഷണം പോകുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവര് ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നിർത്തിയിട്ട് നാളുകളേറെയായി. അപ്പൊ പിന്നെ ആര് ചെയ്തു, എവിടെ വെച്ച് ആസൂത്രണം ചെയ്തു എന്നുള്ളതൊക്കെ ആയി. അപ്പോ ഈ BAC കൺസൾട്ടിംഗ് കമ്പനിയും ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട്, അതായത് ബുഡാപെസ്റ്റിലുള്ള ഒരു കമ്പനിയാണത്, AR924 മോഡൽ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതെ, അതിലേക്ക് വരുമ്പോഴും ഭയങ്കര രസമാണ്. കാരണം രസമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഭീകരർക്കെതിരെയുള്ളൊരു പോരാട്ടമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഈ ഇസ്രായേല് ഇറാനെയും ഇത്തരം ഭീകരരെയൊക്കെ വളരെയധികം മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം അവരെ 24 മണിക്കൂർ എന്ന് പറഞ്ഞോളം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവര്. അപ്പോൾ ഇവർക്കിട്ടൊരു പണി കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിരീക്ഷണം കൂടിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ ഫോൺ റെക്കോർഡ്സ് ഉൾപ്പെടെ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ട്രാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സാധനത്തിലേക്ക് പോകും. അപ്പൊ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഇതിനേക്കാൾ ഹയർ ഒരു ഇതിലേക്ക് പോകും. പക്ഷെ ഇവർ താഴേക്ക് വന്നു. അതെ, ഇത് താഴേക്ക് വന്നു. ഇവർക്കപ്പോ പേജർ വളരെ ബൾക്ക് ഓർഡർ ആയിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ ഈ നിക് നെയിമിൽ വന്നിട്ടുള്ള ഗബ്രിയേൽ മിഖായൽ, ഈ 2 ഉദ്യോഗസ്ഥരാണ് വന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ബൾക്കായിട്ട് തന്നെ ഈ പേജർ വേണം. പേജർ വേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ബൾക്കായിട്ടുള്ള പേജർ കൊടുക്കാമെന്ന് പറയുന്നു. അതായത് ഈ പേജറിന്റെ കമ്പനികൾ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി വേറൊരു ഷെൽ കമ്പനിക്ക് കൊടുത്ത് അവിടെ നിന്ന് മറ്റൊരു ഷെൽ കമ്പനിയിലേക്ക് കൊടുത്ത്, അതായത് വെറുതെ പേരിനൊരു മാത്രമായിട്ട് മലയാളിക്ക് പങ്കുണ്ടെന്നൊക്കെ ഒരു കഥ. അതെ, അദ്ദേഹവും ഒരുപക്ഷെ ഇത്തരത്തിൽ മറിഞ്ഞ് പല ഷെൽ കമ്പനികളിലേക്ക് പോയതിലൂടെ വന്നതുകൊണ്ട് തന്നെയായിരിക്കാം. ഇല്ല, പിന്നീട് വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിന്റെ തിരക്കഥ മുഴുവനും ഇവരാണ്. അപ്പോൾ ഈ ഷെൽ കമ്പനി വഴി ഈ ബൾക്കായിട്ടുള്ള ഓർഡർ ഉണ്ടാക്കി. ബൾക്ക് ഓർഡർ ഉണ്ടാക്കുമ്പോൾ വേറെ ആരും വരില്ല.
വേറെ ആർക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ പേജർ ഒന്നും വേണ്ട. ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ഏറ്റവും നൂതനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതെ അതെ. അപ്പൊ പിന്നെ ആരാണ് ഇത് തേടി വരിക? അപ്പൊ സ്വാഭാവികമായ അത് ഈ ടെററിസ്റ്റ് സംഘടനകളോ ഓർഗനൈസേഷനൊക്കെ വരുള്ളൂ. അപ്പൊ ഇവർക്കാണെങ്കിൽ ലോകത്ത് മറ്റൊരിടത്ത് നിന്ന് ഈ സാധനങ്ങളൊന്നും വാങ്ങാനും പറ്റില്ല. കാരണം പല രാജ്യങ്ങളും ഇവരെ ടെററിസ്റ്റ് സംഘടനകളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു സാധനം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അത് മാത്രമല്ല, ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊസാദിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നിയന്ത്രിച്ച് ഓർഡർ ആക്കി, അതായത് പല ഷെൽ കമ്പനികളിലൂടെ ഇതിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോ അതായത് ഇത് ഈ ഹിസ്ബുള്ളയുടെ കണ്ണിൽ പെടണമല്ലോ, യുവമാരുടെ കണ്ണിൽ പെട്ടാലല്ലേ യുവമാരെ തേടി വരുള്ളൂ. അപ്പൊ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇവർക്ക് ഇത് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഈ കമ്പനി നിർമ്മിക്കുന്നതും. അപ്പൊ ഇത് ഇവരുടെ കണ്ണിൽ പെട്ടതോടുകൂടി ഇവർ വന്നു. മാത്രമല്ല അതിൽ അവർക്ക് പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ഇൻ കേസ് വേറൊരു ടീം വന്ന് ഇത് വാങ്ങിയാലോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇവരെന്ത് ചെയ്തു? സാധാരണ ഉള്ളതിനേക്കാൾ ഇരട്ടി പൈസ ഇത് വാങ്ങുന്നതിന് വെച്ചു. അപ്പോഴും വന്ന് കൊത്തിയത്, അതായത് ചൂണ്ടയിൽ വന്ന് കൊത്തിയത് കൃത്യമായിട്ട് ഇവന്മാര് തന്നെയാണ്, ഹിസ്ബുള്ള തന്നെയാണ്. അപ്പൊ ഇവർക്ക് ബൾക്കായിട്ട് ഈ സംഭവം അയച്ചു കൊടുക്കുന്നു. അപ്പൊ സാമ്പിളൊക്കെ കൊടുക്കുമല്ലോ, സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവന്മാർക്ക് ഭയങ്കര സെറ്റായി, ഓക്കെ പറഞ്ഞു, ഡീൽ പറഞ്ഞു. ഇവര് സാധനം അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരിലേക്കും ഒക്കെ എത്തി എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇത് വാട്ടർ പ്രൂഫാണ്, ലോങ് ബാറ്ററി ലൈഫാണ്, അത്രയും അങ്ങോട്ട് ഓരോ പടികളും കയറ്റിയിട്ട്, അതായത് മൊസാദിന് ഇത് കുറച്ചു നാൾ നിൽക്കണം. ബാറ്ററി ലോങ് ലൈഫ് കൊടുത്തതും വേറൊന്നുമല്ല, ഇവരിൽ എല്ലാവരിലേക്കും, ഈ ഭീകരരുള്ളവരിലേക്ക് എല്ലാവരിലേക്കും ഈ പേജർ എത്തണം. അതുവരെ ബാറ്ററി ലൈഫ് നിൽക്കണം. വേറെ ബാറ്ററി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പദ്ധതി പാളും. അപ്പൊ പിന്നെ അവര് അങ്ങനെ ബാറ്ററി ലൈഫ് ഒക്കെ കൊടുത്തു. എന്തായാലും എല്ലാവരിലേക്കും എത്തുമ്പോൾ ഈ ഹസൻ നസ്രള്ളയാണല്ലോ ഇവരുടെ നേതാവായത്. അപ്പൊ ഈ ഹസൻ നസ്രള്ള സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം അത് ഇടം വലം ഈ അവരുടെ അനുയായികളൊക്കെ നിൽക്കുമ്പോൾ അനുയായികളുടെ പേജറിലേക്ക് ബീപ് ബീപ് ശബ്ദം വരികയാണ്. ശബ്ദം വന്നതോടുകൂടി പൊട്ടിത്തെറിക്കുകയാണ്, പെടഞ്ഞു വീഴുകയാണ്. ഭയന്നു പോയി. അതായത് ഇപ്പൊ ഞങ്ങൾ ഇസ്രായേലിനെ തകർക്കും എന്ന് പറഞ്ഞു നിന്ന ആൾക്കാരൊക്കെ അങ്ങ് പെടഞ്ഞ്, പിന്നീട് ഇത് ഒരു 5000-ഓളം ഭീകരർക്ക് ഇത് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. മുഖം പോയിട്ടുണ്ട്. അതായത് പേജർ വെക്കുന്നത് ഈ പോക്കറ്റ്, ഈ പാൻസിന്റെ ഈ സൈഡിലാണല്ലോ ചേട്ടാ. അപ്പൊ ഈ ഭാഗങ്ങളിലുള്ളതൊക്കെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കിഡ്നി ഉൾപ്പെടെയുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളത് പോയി. ഈവൻ ലൈംഗികാവയവങ്ങൾ വരെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ മറ്റൊന്നും തോന്നരുത്, ഈ ഹൂറികളുടെ അടുത്ത് പോകാനുള്ളവരാണ്. അവർക്ക് ഇതൊക്കെ പോയിട്ട് എന്താണ് കാര്യം എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്തായാലും ഇതെല്ലാം നഷ്ടപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് ഹസൻ നസ്രള്ള മീറ്റിംഗ് വിളിക്കുകയാണ്. ഹസൻ നസ്രള്ളയ്ക്ക് ആക്ച്വലി ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഒരു 5000-ഓളം പേര് ഇത്തരത്തിൽ അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നു. ഭീകരമായ രീതിയിൽ തന്നെ കുറെ പേർ മരിച്ചു പോയിരിക്കുന്നു. അതായത് ചിതറിപ്പോയി, ചിതറിപ്പോയി. ഹസൻ നസ്രള്ളയുടെ കണ്ണിൽ അന്നേരം ഭയമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ അവരതെങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് വരും. അത് മൊസാദിന് ഏജൻസി എവിടെയാണ് ഇല്ലാത്തത്? അവർ തന്നെ ഈ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ കേട്ടാ? അതിൽ പറയുന്നത്, ഞങ്ങൾ ഈ ലോകവ്യാപകമായിട്ട്, അതായത് ആഗോളതലത്തിൽ തന്നെ ഞങ്ങൾ ഇത്തരത്തിൽ ഷെൽ കമ്പനികൾ ഉണ്ടാക്കും, എവിടെയും ചെന്ന് ആരെയും ആക്രമിച്ചിട്ട് വരും. അത്രയും നെഞ്ചുറപ്പിൽ കാര്യങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിൽ പവർ, അവരുടെ ശേഷി. അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയതെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സുഡാപ്പികളൊക്കെ പറയുന്ന ചേട്ടൻ കാണുന്നുണ്ട്. ചില സുഡാപ്പി മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയും ഹിസ്ബുള്ള ഇനി വരും, തകർക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതെ ചേട്ടാ, ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ഒരു ആക്രമണം, ആ ആക്രമണത്തിൽ തിരിച്ചടിക്കും. നമ്മുടെ വീട്ടിൽ കയറി ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തവണ നമ്മൾ ക്ഷമിക്കുമായിരിക്കും, പിന്നെയും അടിച്ചുകൊണ്ടിരുന്ന നമ്മൾ
അടിക്കില്ലേ? ചേട്ടന് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും വെറുതെ ഒന്ന് ചൊറിഞ്ഞാൽ പിന്നെ അടിക്കാതെ ഇരിക്കത്തില്ല. അവര് ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല, അപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇത് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഈ പോക്ക് എവിടം വരെ? ഇപ്പം ഇവരെ നാറ്റോ ഒക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഈ നെതന്യാഹുവിനെ വിമർശിക്കുകയും ഇത്രയധികം കുട്ടികൾ മരിച്ചു, ഇത്രയും സ്ത്രീകൾ മരിച്ചു, യുദ്ധം നിർത്തണമെന്ന് പറയുമ്പോൾ ഇന്നും വാർത്തയുണ്ട്. ഗാസ പറയുന്നു ഞങ്ങളെ ഇന്ന സ്ഥലത്തൊക്കെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നതായിട്ട് വാർത്തയുണ്ട്. അതായത് ഹമാസ് എവിടെയാണോ തല പോക്കുന്നത് അവിടെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞ ഈ ആക്രമണം നടത്തുന്നത്. ഹമാസിന് ഇപ്പോൾ ലീഡേഴ്സ് ഇല്ല, ഹമാസിനില്ല, ഹിസ്ബുള്ളയ്ക്കില്ല, അങ്ങനെ ലീഡേഴ്സ് ഇല്ല. ഈ ഹമാസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ചേട്ടാ, ഹമാസുമായിട്ട് അടി നടക്കുന്ന സമയത്ത് ഈ ഹൂതികളും ഹിസ്ബുള്ളയും എന്തിനാണ് ആക്രമിക്കുന്നത്? ഹമാസായിട്ടുള്ള അടി ഇസ്രായേലും ഹമാസും തമ്മിൽ തീർത്തോളൂല്ലോ. അതിൽ പോയി ഹൂതികൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോ അവർ ചോദിച്ചു വാങ്ങിയതാണ്. ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് വേണമായിരുന്നു ഹിസ്ബുള്ളയെ നേരിടാൻ. ഇനിയിപ്പോ ഇന്ന് വേറൊരു കാര്യം വാർത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമനില് ഹൂതികൾക്ക് നേരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഹൂതികളെ അത് വെറുതെ വെക്കില്ല. അത് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി തന്നെ ഇത്തവണ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സ്വസ്ഥമായി, ഞങ്ങളുടെ ആളുകളെ ജീവിക്കാൻ വിടാത്ത, ഞങ്ങളെ രാജ്യത്തെ ആക്രമിക്കുന്ന ആരെയും വെറുതെ വെക്കില്ല, വെറുതെ വിടില്ല. അത് ഞങ്ങൾക്ക് സമാധാനം ആവശ്യമാണ്, അതിനുവേണ്ടി ഞങ്ങൾ അത് ചെയ്യും. പിന്നെ ഈ ലെബനനിൽ കുറച്ച് ദിവസം ഉണ്ടായ ഒരു സൈക്കിക് പ്രശ്നമുണ്ട്. അതായത് ഈ ജനങ്ങളെ മറവിലാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഭീകരന്മാര്. ഇവർക്ക് നേരെ വന്ന് യുദ്ധം ചെയ്യൽ നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ട് അപ്പൊ ജനങ്ങൾക്ക് ഒരു സ്വിച്ച് ഇടാൻ, ഒരു മോട്ടർ പ്രവർത്തിപ്പിക്കാൻ ഒന്നിനും പേടിയായിട്ട് ഇതൊക്കെ വലിച്ചെറിയുന്ന വീഡിയോസ് ഉൾപ്പെടെ നമ്മള് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ പൊട്ടിത്തെറിച്ചാൽ ഏതിലാണെന്ന് പറയാൻ പറ്റില്ല. പേജർ മാത്രമല്ല, വോക്കി ടോക്കി ഉൾപ്പെടെ പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങളായി. അത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത പേജർ ഇറാനിൽ പൊട്ടിത്തെറിച്ചു. അതെങ്ങനെ പൊട്ടിത്തെറിച്ചു? ഇറാനിലേക്ക്. അപ്പോൾ ഇവരുടെ ഫണ്ടിങ്ങും ഇവർക്ക് വളരെയധികം പിന്തുണ ഇറാനിൽ നിന്നുണ്ട് എന്നുള്ളത് വ്യക്തമായല്ലോ അതിൽ നിന്ന് തന്നെ. അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങോട്ട് എത്തുന്നത്? എന്തായാലും നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായിട്ടൊക്കെ ആരൊക്കെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ മാറ്റണം എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വന്നതായിട്ടാണ് ഞാനും അറിഞ്ഞത്. എന്തായാലും ഇപ്പൊ അവര് ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നത്, ഈ ജൂതന്മാർ ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയേറെ കെൽപ്പുള്ള ഒരാൾ തന്നെ മുൻപിൽ വേണം. അപ്പോൾ അത്രയേറെ കൃത്യമായി ഡിസിഷൻ എടുക്കുകയും അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരാളെ തന്നെയാണ് അവർക്ക് ഇപ്പോൾ വേണ്ടത്. ചോദിച്ചോട്ടെ, ഈ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ബൈഡൻ ഇറങ്ങാൻ പോകുന്നു, ബൈഡൻ ഇറങ്ങി ട്രംപ് വരാൻ പോകുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ട്രംപ് വന്നു കഴിയുമ്പോൾ ഈ യുദ്ധം അവസാനിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ അങ്ങനെയാണ് കേട്ടത്. എന്ത് പറയുന്നു? ബൈഡന്റെ പോക്ക്, ബൈഡൻ ഈ യുദ്ധം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു, പിന്നീടായപ്പോൾ നിർത്താൻ പറ്റാത്ത കൈവിട്ട കളിയായി പോയി. ഇപ്പൊ ബൈഡൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. ബൈഡൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ അവർ, അത് വേറെ വിഷയമാണ്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ട്രംപ് വരുമ്പോൾ ഈ യുദ്ധത്തിന്റെ മുഖം എങ്ങനെയായി തീരുമെന്നാണ്. നമ്മൾ ഇതുവരെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, എന്ത് തോന്നുന്നു? ട്രംപ് വരുമ്പോ യുദ്ധം നിർത്തണമെന്നുണ്ടെങ്കിൽ എനിക്കും തോന്നിയിട്ടുള്ളത് ട്രംപും ഈ ഭീകരവാദത്തിന് എതിരാണ്. അനധികൃത കുടിയേറ്റക്കാരെ അവിടെ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരെ വന്നാൽ നേരെയുള്ള കാര്യങ്ങൾ ചെയ്യും. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ ട്രംപ് എന്ന് പറയുമ്പോഴേ അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിലെ പകുതിയും അവിടെയുള്ള അമേരിക്കക്കാരെക്കാളും ഇവിടുന്ന് പോയി കിടന്ന അമേരിക്കയിലുള്ള പഞ്ചാബികളും അല്ലാതെ ഒരുപാട് അങ്ങനെയുള്ള കുടിയേറ്റക്കാരല്ല ചേട്ടാ. അനധികൃതമായിട്ട് രേഖകളില്ലാതെ കുടിയേറുകയും ഇപ്പൊ യൂറോപ്യൻ യൂണിയനുകളിലെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാം കയറിക്കൂടിയിട്ടുള്ള ഒരു സംഭവവികാസങ്ങളാണ്. പല സ്ഥലത്തും ആക്രമണവും കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നടന്നിട്ടുള്ളതും ഒക്കെ ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ട്രംപ് വന്നാലും യുദ്ധം നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഭീകരരുടെ കയ്യിൽ മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ ലെബനന്റെ ഓരോ വീടുകൾക്കുള്ളിൽ അവരുടെ മുറികൾക്കുള്ളിൽ മിസൈലും റോക്കറ്റ്സും ഒക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇവര് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നതേ, ഈ ഗാസയില് ഹമാസിലൊക്കെ തുരങ്കങ്ങളിൽ പോലും അത്രയും അവരുണ്ടാക്കിയ തുരങ്കങ്ങൾ, കാലങ്ങളായി അവരുണ്ടാക്കിയ തുരങ്കങ്ങളുണ്ട്. ആ തുരങ്കങ്ങളിലേക്ക് പോലും ഇസ്രായേലിന്റെ പട ഇവരെത്തിയിട്ടില്ല എന്നൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി നേതാക്കളെയൊക്കെ എങ്ങനെയാണ് കൊന്നിട്ടുള്ളത്? ഈ തുരങ്കങ്ങളുടെ മേളിൽ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, വീടുകൾ ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇവര് മാക്സിമം ആളുകളെ അതായത് ജനങ്ങൾക്ക്
ഇത് വരാത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരമുള്ള എല്ലാ സാധനങ്ങളുടെ അടിയിലും തുരങ്കങ്ങളും ഈ തുരങ്കങ്ങളിൽ നേതാക്കളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പലരും കിടന്നിട്ട് പറയുന്നത് ജനങ്ങളെ ഇല്ലാതെയാക്കുന്നു, വംശഹത്യ നടത്തുന്നു എന്നൊക്കെ പറയുന്നത്. നോക്കൂ, തുരങ്കങ്ങൾക്കുള്ളിൽ ഭീകരരിയ്ക്കുകയും ചിലരൊക്കെയെങ്കിലും അതിന് എന്താ പറയുക, അവർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ഭീകരരെ ഇല്ലാതെയാക്കാനായിട്ട് ഇവരെങ്ങനെ മക്കളെ വാ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഞങ്ങളൊന്നും ഇല്ലാതെയാക്കിക്കോട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. യുദ്ധമായിട്ട് അവർ തുടങ്ങി വെച്ചതാണ്. ഇത് ഒക്ടോബർ 7 ഹമാസ് ഇരന്ന് വാങ്ങിയ പണിയായിട്ട് ഞാൻ പല റിപ്പോർട്ടുകളും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് വായിച്ചു മനസ്സിലാക്കിയ എനിക്കും മനസ്സിലായി. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം. ഏതായാലും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ മൊസാദ് എന്ന സംഘടനയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അതെ, അവിടെ ഇപ്പോ വേറൊരു കാര്യം കൂടി ഗബ്രിയേൽ ഈ ഇതിൽ പറയുന്നത്, ഗബ്രിയേലും മിഖായേലും പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇനി ഇത് കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഈ ഒരു പേജർ ആക്രമണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അടുത്തത് അതെ മറ്റൊരു സാധനം. കാരണം ഇനിയിപ്പോ പേജർ ആയാലും വോക്കി ടോക്കി ആയാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരരൊക്കെ മുണ്ടിലും മുള്ളെന്ന് പറയുന്ന പോലത്തെ ഒരു, അല്ലെങ്കിൽ അവരെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രം ഒഴിക്കുന്ന പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി അടുത്തത് അവർ ഓങ്ങി വെച്ചിട്ടുണ്ട്. ചോദിച്ചു ചെന്ന് വാങ്ങാതിരുന്നാൽ ഉള്ള ജീവനം നടക്കാം. മൊസാദ് ഇപ്പൊ പേജർ നമ്മൾ 20 കൊല്ലം മുമ്പ് ഉപേക്ഷിച്ച ഒരു സാധനത്തിൽ അവർ കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ച് പറഞ്ഞതുപോലെ ഷെൽ കമ്പനികൾ അവർ ഉണ്ടാക്കി. ഏതായാലും പ്രീത, നമ്മള് വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ചിലപ്പോൾ ഒരു പേനയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അടുത്ത മൊസാദിന്റെ ആയുധം. നമ്മള് ഈ പറയുന്ന പോലെ നമുക്ക് കൗതുകമുളവാക്കുന്ന അടുത്ത യുദ്ധമുറകൾ മൊസാദ് ചെയ്യാതിരിക്കട്ടെ. കാര്യം നമ്മൾ യുദ്ധക്കൊതിയന്മാരല്ല. ആയതുകൊണ്ട് തന്നെ മൊസാദ് അല്ലെങ്കിൽ ഇസ്രയേൽ അത് ചെയ്യാതിരിക്കട്ടെ. യുദ്ധം, അതായത് അവർ ഇരുന്ന് വാങ്ങാതിരിക്കട്ടെ. യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാകട്ടെ എന്ന് സാധാരണക്കാരായി നാം ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.